വചനം തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവ് തൻ്റെ ദിവ്യമായ സ്നേഹം നമ്മളിലേക്ക് ചൊരിയട്ടെ. അവിടുത്തെ പ്രിയപുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്താൽ നമ്മളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാൻ അവിടുന്ന് ഇടവരുത്തട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ കാത്തുപരിപാലിക്കുകയും അവിടുത്തെ വചനത്തിൻ്റെ നേർസാക്ഷികളാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ അരുളപ്പാടിനോട് എല്ലായ്പ്പോഴും സമ്മതം കൊടുത്ത പരിശുദ്ധാമ്മ നമ്മെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവർ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി: ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് തന്നെ. ആ രഹസ്യം നമുക്കും ഓർക്കാം. കൂടെ അദ്ദേഹം എഴുതി 3-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പോൾ എല്ലാവരിലുമുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഓർത്തുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിളി അത് ഉപേക്ഷിക്കാനുള്ള വിളിയാണ്. അതൊരു പുറപ്പാടിനുള്ള വിളിയാണ്. എല്ലാവരും ജീവിതത്തിൽ അങ്ങനെയാണ്. അല്ല, ആദ്യമേ നമ്മൾ കാണുന്നത് അബ്രാഹത്തിൻ്റെ ദൈവവിളിയാണ്. ഇന്നത്തെ ഈ തിരുവചന ഭാഗത്ത് അബ്രാഹത്തിന് കിട്ടിയ ദൈവവിളിയും അദ്ദേഹത്തിൻ്റെ ജീവിതവുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു: നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇങ്ങനെ വലിയ അനുഗ്രഹത്തിൻ്റെ, വലിയ ആശീർവാദത്തിൻ്റെ ആരംഭം നമ്മളിവിടെ കാണുകയാണ്. വിളിയും ഉപേക്ഷയും പുറപ്പാടും അബ്രാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. പക്ഷേ രക്ഷാകര പദ്ധതിയിലെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണിത്. അത് വരെ ഉള്ളതെന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യവംശത്തോട് ഒരു വ്യക്തിയിലൂടെ ദൈവം ബന്ധം സ്ഥാപിക്കുകയാണ്. ഈ ഒരു വിളിയിലൂടെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം ആരംഭിക്കുന്നു. ദൈവത്തിന് പുതിയ ജനതയെ രൂപപ്പെടുന്നു. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ പുതിയ അധ്യായം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വിശ്വാസ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയോടുമുള്ള ദൈവത്തിൻ്റെ വിളി, ഉപേക്ഷിക്കൽ, പുറപ്പാട്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ ജനിതക ഘടനയുടെ ഭാഗം എന്ന വിധത്തിൽ അവർ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ച ഒരു സ്വഭാവമാണ് പുറപ്പാട്. ഒരിടത്തും സ്ഥിരതാമസമില്ലാതെ എവിടെയും പ്രവാസികളായി ഏതോ വാഗ്ദത്ത നാടിൻ്റെ സ്വപ്ന സുന്ദര അനുഭവത്തിൽ മുന്നോട്ട് പോകുന്നവർ,
ജീവിതം അവർക്ക് വിശ്വാസ പ്രതീക്ഷയുടെ യാത്രയാണ്. അപ്പം അങ്ങനെ ജീവിതം മുഴുവനും തലമുറകളായി ഈ ദൈവത്തിൻ്റെ ഈ ഒരു വിളി സ്വീകരിച്ച് ആ ദൈവം ആവശ്യപ്പെട്ടതിന് ഉപേക്ഷിച്ച് പുറപ്പെട്ട് ഒരു ജീവിതം നയിക്കുന്നവർ. അബ്രാഹത്തിന് കിട്ടുന്ന ഈ വിളിയുടെ പശ്ചാത്തലം നമുക്കറിയാം. മനുഷ്യൻ്റെ അഹന്ത നിലകളായി ഉയർന്ന് ബാബേൽ ഗോപുരമായി രൂപപ്പെട്ടു. അത് 8 നിലയിൽ പൊട്ടി. അവരുടെ സൗധം പൊട്ടി വീഴുക മാത്രമല്ല, അതിലൂടെ വലിയൊരു ചിതറിക്കൽ നടന്നു. ഭാഷകൾ ചിതറിക്കപ്പെട്ടു, പരസ്പരം മനസ്സിലാക്കാതായി, ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെ ഭാഷയുടെ ഭിന്നതയിലൂടെ സമൂഹങ്ങളോ വ്യക്തികളോ ഭിന്നിക്കപ്പെട്ടു. അങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അകന്നുപോയ വിഭജിക്കപ്പെട്ട ലോകക്രമത്തിലാണ് ദൈവത്തിൻ്റെ സവിശേഷമായ ഇടപെടലുണ്ടാകുന്നത്. ദൈവത്തിൽ നിന്നും പരസ്പരവും അകന്നുപോയ മനുഷ്യരോട് ദൈവം അബ്രാഹാം എന്ന വ്യക്തിയിലൂടെ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഒരു വ്യക്തിയിലൂടെ ഒരു കുടുംബം, ഒരു ഗോത്രം, ഒരു ദേശം, മനുഷ്യകുലം മുഴുവനും ദൈവവുമായിട്ട് സവിശേഷമായൊരു ബന്ധം സ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു തിരഞ്ഞെടുപ്പാണ് അബ്രാഹത്തിൻ്റെ വിളിയിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുകയും പുറപ്പെടുകയും ചെയ്തപ്പോൾ ആ വ്യക്തി മാത്രമല്ല, തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ ആശീർവാദം വരുന്നുണ്ട്. അബ്രാഹത്തിന് അദൃശ്യമായ വഴിയിലൂടെ അപരിചിതമായ രീതിയിൽ ഉറപ്പില്ലാത്ത ലക്ഷ്യത്തിലേക്ക് ദൈവം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ പുറപ്പെടുകയാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യവുമാണ് അബ്രാഹത്തിൻ്റെ ഈ പുറപ്പാട് സംഭവത്തിൽ ഉള്ളത്. അപ്പോൾ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ച പുറപ്പാടിൻ്റെ എല്ലാം ആരംഭം, ആദ്യത്തെ പുറപ്പാട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലാണ്. ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കുവാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടത് എന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും അറിയാണ്ട് തന്നെയാണ് പുറപ്പെടുന്നത്. വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തുന്നത്, നമ്മൾ നടത്തേണ്ടത്. ഈ വാഗ്ദത്ത നാടിനെ സ്വർഗമെന്നും നിത്യജീവനെന്നും നിത്യസത്യമെന്നും ദൈവമെന്നും ഈശ്വരനെന്നും പല ഭാഷയിൽ നമ്മൾ വിവക്ഷിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്ത നാട്ടിലേക്ക് തന്നെയാണ് നമ്മൾ യാത്ര പുറപ്പെടേണ്ടത്. വിശ്വാസത്തിൻ്റെ വെളിച്ചം ലഭിച്ചവർക്ക് മാത്രമേ ഈ അപരിചിതമായ വഴിയിലൂടെ ഉറപ്പില്ലാത്ത ദേശത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ലീപ്പ് ഇൻ ദി ഡാർക്ക്നെസ്, അന്ധകാരത്തിലേക്കുള്ള എടുത്തിയാട്ടം എന്നാണ് കീർക്കഗാഡ് എന്ന് പറയുന്ന ചിന്തകൻ, ഫിലോസഫർ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. ഓരോ ഉറപ്പുമില്ല. മറുകരയിൽ പച്ചത്തുരുത്ത് കാണുമെന്നുള്ള പ്രത്യാശയോടെ, അവിടെ ദൂരെ ഒരു മരിപ്പച്ച ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടെ മരുഭൂമിയിൽ കെട്ടിക്കിടക്കാതെ മനുഷ്യൻ്റെ യാത്ര തുടരുകയാണ്. നമുക്കറിയാം, അബ്രാഹാം ആ സ്ഥലത്ത് വന്ന് താമസിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഏലാമ്യരുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ദേശം, ഊർ ദേശം അവിടെ ആക്രമിക്കപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. സുരക്ഷിതത്വം തേടി അദ്ദേഹവും കുടുംബവും, അബ്രാഹാവും കുടുംബവും ഹാരാനിൽ വന്ന് പാർക്കുകയാണ്. അവിടെ വിട്ടുപോകണമെന്നാണ് ദൈവം
അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത് 75 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഉള്ള സുരക്ഷിതത്വവും ഉള്ള സമാധാനവും ഒക്കെ ഉപേക്ഷിക്കുവാനാണ് ദൈവം അവിടെ വെച്ച് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നത്, ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരുപക്ഷെ നമുക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങൾ, അതെല്ലാം ഉപേക്ഷിക്കുവാൻ, പുറപ്പെടുവാൻ ദൈവം പലപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സുരക്ഷിതമായിരിക്കാം, നമ്മൾ നേടിയെടുത്തതിൻ്റെ ചില സംരക്ഷണ കവചങ്ങളായിരിക്കാം, നമ്മുടെ ചില സൗഹൃദ വലയങ്ങളുടെ ഒരുപക്ഷെ പ്രത്യേകതകളും സുരക്ഷിതത്വമായിരിക്കാം. അത് ഉപേക്ഷിക്കുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന്, ദൈവം വാക്ക് പാലിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് ഈ ഉപേക്ഷിക്കലും പുറപ്പാടും സാധിക്കുകയുള്ളൂ. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇതിന് സമാനമായ മറ്റൊരു വലിയ ഉപേക്ഷിക്കൽ സംഭവിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ആദ്യം നമ്മൾ കാണുകയാണ് 1-2 വാക്യങ്ങളിൽ. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. ഒരുപക്ഷെ അബ്രാഹം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനും കശക്കിയെറിയുന്ന ദൈവത്തിൻ്റെ ആവശ്യപ്പെടലാണ്. ആദ്യ സ്ഥലത്ത് അവിടെ വേണം സ്വസ്ഥതയും സമാധാനവും ഒക്കെയായിട്ട് ജീവിക്കുമ്പോൾ അതുപേക്ഷിക്കാൻ പറഞ്ഞു. അബ്രാഹം അതുപേക്ഷിച്ചു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? വാഗ്ദാനപ്രകാരം നിനക്കൊരു മകനുണ്ടാകും, അവനിലൂടെ ലോകം മുഴുവൻ വ്യാപിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടത്തീരത്തെ മണൽത്തരികൾ പോലെയും അസംഖ്യമായ ഒരു വംശാവലിയുടെ വലിയൊരു വാഗ്ദാനമാണ് ഇസഹാക്ക് എന്ന് പറയുന്ന മകനിലൂടെ ദൈവം കൊടുക്കുന്നത്. തൻ്റെ പിതൃസമ്പത്തും തൻ്റെ ഭൂതകാലം മുഴുവനും ബലിയർപ്പിച്ച് ഉപേക്ഷിച്ച് ഒരു ദേശം വിട്ടുവരുന്ന അബ്രാഹം, ഭൂതകാലം തീർന്നു, പിന്നെയുള്ളത് ഭാവിയാണ്. തൻ്റെ ഭാവി എന്ന് പറയുന്നത്, തൻ്റെ തലമുറ എന്ന് പറയുന്നത് ഈ മകനിലൂടെയാണ്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ ഭാവിയെ കൂടെ ബലിയർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ പിന്നെ എന്തുണ്ട് ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കുവാൻ? പിന്നെ എന്തുകൊണ്ട് ഒരു മനുഷ്യനെ പ്രത്യാശിക്കുവാൻ? ഇപ്പോൾ ഒരുപക്ഷെ നാളെ എനിക്ക് കിട്ടുമെന്ന്, നാളെ എനിക്ക് സംഭവിക്കുമെന്ന്, നാളെ ഞാൻ നേടുമെന്ന് ഞാൻ കരുതിയിരിക്കുന്ന, സ്വപ്നം കണ്ടിരിക്കുന്ന, നാളുകളെ ആഗ്രഹിച്ച, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു നേടിയതായിരിക്കാം, നേടാൻ പോകുന്നതായിരിക്കാം, അതുപോലും വേണ്ട എന്ന് വെക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടാൽ, എന്നോട് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, എൻ്റെ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? കുറേ നാളുകൾ ശേഷമാണ് ഈ കാര്യം സംഭവിക്കാൻ പോകുന്നത്. ഒത്തിരി നാൾ കാത്തിരുന്നതിന് ശേഷം, ഒത്തിരി പഠിച്ചതിന് ശേഷം, ഒത്തിരി കഷ്ടപ്പെട്ടതിന് ശേഷം എനിക്കൊരു കാര്യം കിട്ടാൻ പോവുകയാണ്. അത് ജോലിയാകാം, സമ്പത്താകാം, എന്തുമാകട്ടെ. അത് നീ വേണ്ടെന്ന് വെക്കണമെന്ന് ദൈവം എന്നോട് ആവശ്യപ്പെട്ടാൽ, ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അത് സ്വീകരിക്കണമെന്നില്ല, സ്വീകരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയാണ് അബ്രാഹത്തിൻ്റെ വലിയൊരു സമർപ്പണം നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം എത്രയോ ദുരന്തങ്ങൾ, എത്രയോ നഷ്ടങ്ങൾ, എത്രയോ കഷ്ടപ്പാടുകൾ, എത്രയോ സഹനങ്ങൾ, എത്രയോ അപമാനങ്ങൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, ഇനി മരണം മാത്രമേ മുന്നിലുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നുപോലും പറയുന്ന ചില ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്ക് മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷെ അത്രമാത്രം അവർ നിരാശപ്പെട്ടു പോയി, അത്രമാത്രം അവരുടെ ആഗ്രഹങ്ങൾ നിഷ്ഫലമായിപ്പോയി, അത്രമാത്രം അവരുടെ അധ്വാനങ്ങൾ ഫലമില്ലാതായി മാറി. അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരുമുണ്ട്. അബ്രാഹത്തിൻ്റെ നിലപാട്, അവിടെ നമ്മൾ അബ്രാഹത്തെ നമ്മൾ മാതൃകയായിട്ട് എടുക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്, ആദ്യമേ നിൻ്റെ പിതൃഗൃഹത്തെയും നിൻ്റെ സമ്പത്തും നിനക്കുള്ളവരെല്ലാം നീ വിട്ട്
ഞാൻ തരാൻ പോകുന്ന വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹാം അവിടെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നില്ല. അബ്രാഹാം ദൈവത്തെ വെല്ലുവിളിക്കുന്നില്ല, വിമർശിക്കുന്നില്ല. ഇത് ഉറപ്പാണോ എന്ന് ഒരു തെളിവും ചോദിക്കുന്നില്ല. പുറപ്പെട്ടു എന്നുള്ളതാണ്. സമ്പൂർണ്ണമായി വിട്ടുകൊടുത്തു. ദൈവം പറഞ്ഞ പിന്നെ അതിൻ്റെ മേലെ കീഴെ നോക്കാനില്ല. അപ്പോൾ അതെന്തൊരു വിശ്വാസമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കാനുള്ള ഒരു ശക്തി. ഇനി മകനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുന്ന സമയത്തോ വചനം പറഞ്ഞിങ്ങനെയാണ്: അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെയും തെളിവ് ചോദിക്കുന്നില്ല. സംഭവത്തിൻ്റെ ഓൺലൈൻ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നില്ല. റൂട്ട് മാപ്പ് ചോദിക്കുന്നില്ല. ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് പോകുകയാണ്. നമുക്ക് എന്ന് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും? പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എനിക്ക് തോന്നുന്നു വിശ്വാസപരമായ പ്രശ്നം തന്നെയാണ്. ഒരുപക്ഷെ ഈ കൊറോണ കാലത്ത് മനുഷ്യൻ്റെ മേലുള്ള ഒരു വിശ്വാസി എന്ന് പറയുന്നതിൻ്റെ മേലിൽ ഏറ്റവും വലിയ സമ്മർദ്ദം അതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ പോലും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എൻ്റെ വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ്. കാരണം ചില ചാനൽ ചർച്ചകളും ചില മാധ്യമങ്ങളെ ക്ലബ് ഹൗസ് ചർച്ചകളും അതൊക്കെ കേട്ടതിൻ്റെ ഫലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷകൾ കുറഞ്ഞിരിക്കുന്നു, ലോകത്തർപ്പിക്കുന്ന ബലികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, ആരാധനകൾ കുറഞ്ഞുപോയി. എല്ലാം കൊറോണ കൊണ്ടാണ് നമുക്കറിയാം. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ കർത്താവിനോട് എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ദേവാലയങ്ങളൊക്കെ അടയ്ക്കപ്പെട്ടപ്പോൾ 400, 500 എത്രയോ വർഷങ്ങൾ ഇസ്രായേൽ സമൂഹത്തിന് ആരാധനയില്ലാതായി മാറി. ദേവാലയം തകർക്കപ്പെട്ടു, ബലിയർപ്പണമില്ലാതായി. അങ്ങനെ ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓർക്കുക, നമുക്ക് അങ്ങനെ ഒരു നീണ്ട കാലം വന്നാൽ തീരും നമ്മുടെ കാര്യം. ഈ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ എന്ന് ഈശോ പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഇതുവരെ നടന്നു വന്ന വഴികളിലൂടെയല്ല നമ്മുടെ വിശ്വാസ്യത ഇനി മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ 1-2 വർഷം പല രീതിയിലും ഒരു വിശ്വാസിയെ ഈ കാലഘട്ടം സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൽ അത്രമാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, അതാ സത്യം. അതൊരു ദാനമാണെന്ന് ഓർക്കാം, അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർക്കാം, അതേസമയം നമ്മുടെ പ്രത്യുത്തരവും കൂടിയാണ്. അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്ന ദാനത്തിനു വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്, നമ്മളതിനെ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ അബ്രാഹത്തിൻ്റെ ഈ വിശ്വാസം, ദൈവം പറഞ്ഞു, ഉപേക്ഷിച്ചു, പുറപ്പെട്ടു. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കണം. ദൈവം വിളിച്ചു, ഉപേക്ഷിച്ചു, പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കണമെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യം അനുസരിച്ച് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ആ ഉപേക്ഷിക്കാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രമേ ഒരു പുറപ്പാട് അനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഓർക്കാം, ദൈവത്തിൻ്റെ വിളി, തിരഞ്ഞെടുപ്പ് സ്വതന്ത്രമാണ്. അബ്രാഹത്തിന് വേണമെങ്കിൽ നിഷേധിക്കാം, ദൈവത്തിൻ്റെ നിലപാടുകൾ ചോദ്യം ചെയ്യാം, അതിനെ അവഗണിക്കാം. ദൈവം മനുഷ്യന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതാണ് മനുഷ്യർ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്നാണ്. സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയോ പ്രാവശ്യം ഈ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മനസ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടും നമുക്ക് അറിഞ്ഞിട്ടും നമ്മളതിനെ മാറ്റിവെച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ യാത്ര തുടർന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്. വിലപ്പെട്ടത് നമ്മൾ കരുതുന്ന ചിലതൊക്കെ ഉപേക്ഷിക്കാതെ പ്രിയപ്പെട്ടവരൊരിക്കലും ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര സാധ്യമല്ല. ദൈവം തരുന്ന വാഗ്ദാനങ്ങൾ അതനുഭവിക്കണമെങ്കിൽ, അത് സ്വന്തമാക്കണമെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്നത് പോലെ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും നമ്മൾ തയ്യാറാകണം. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടുത്തെ കൈക്കാരനോട് പറഞ്ഞു, അദ്ദേഹം ധ്യാനത്തിന് വരുന്നുണ്ട്, ആ ഇടവകയിലെ ഒരു പെൺകുട്ടിയുടെ ദൈവവിളി ആ ഇടവകയിലെ അതിസമ്പന്നമായ കുടുംബത്തിലെ മകളാണ്. ഉന്നത വിദ്യാഭ്യാസം കിട്ടി ചങ്ങനാശ്ശേരി ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞ അവരുടെ കുടുംബത്തിന് 3-4 ഫാക്ടറികളുണ്ട്. ഇത്രയും സമ്പന്നരാണ്. ആ ജോലി ചെയ്യുന്ന സമയത്താണ് ഇവക്കൊരു ഉൾവിളി തോന്നിയത്. അവൾ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സന്യാസ ജീവിതത്തിലേക്ക് പോവുക, സിസ്റ്ററാകാൻ പോവുകയാണ്. അതും കുന്നന്താനത്തുള്ള ദൈവപരിപാലനയുടെ സിസ്റ്റേഴ്സ്, സഹോദരിമാർ, സമൂഹത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്നവരെ, പ്രത്യേകിച്ച് മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന വളരെ മാതൃകപരമായി ജീവിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ്. അതിൽ ചേരാനാണ് ഈ പെൺകുട്ടി ആഗ്രഹിച്ചത്. അപ്പോൾ പോയി ചേർന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഈ കൊച്ചിനൊന്ന് കാണണം. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മദർ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്. ഞങ്ങൾ സംസാരിച്ചു. പല നേരത്തെ ഈ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു. കുട്ടിയെ കണ്ടവൾ ഇവിടെ പറമ്പിൽ പണി എടുത്തുകൊണ്ടിരിക്കുക. അല്പസമയം സംസാരിച്ചു. ഞാൻ എൻ്റെ സന്തോഷവും എൻ്റെ അഭിനന്ദനവും അറിയിച്ചു, പ്രാർത്ഥിച്ചു തിരിച്ചു പോന്നു. അപ്പോൾ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു വിളിയോട് അതിന് പ്രത്യുത്തരം കൊടുക്കണമെങ്കിൽ ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതിന് നമ്മുടെ കഴിവുകളോ നമ്മുടെ യോഗ്യതകളോ നമ്മുടെ പ്രത്യേകതകളൊന്നുമില്ല. ദൈവം എന്തുകൊണ്ട് ഒരാൾ വിളിച്ചു ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അതെല്ലാവരുടെ മുമ്പിൽ ദൈവം വെക്കുന്നുണ്ട് വിവിധ രീതിയിൽ. മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകളൊന്നും അവിടെ പ്രസക്തമല്ല. ഞാൻ കപ്പൂച്ച സഭയിൽ വരുന്നത് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അത്ഭുതമാണ്. സഭയിൽ ചേരുന്നതിന് 4 ദിവസം മുമ്പാണ് ഞാൻ സഭയിൽ ചേരാൻ തീരുമാനിക്കുന്നത്. അതിനൊരു 8 മാസം മുമ്പ് വരെ വിശ്വാസമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ ഈ ലോകത്തിൻ്റെ രീതിയിൽ ജീവിച്ച വ്യക്തിയാണ്. ആ 8 മാസം മുമ്പ് ഡിവൈനിൽ പോയി ധ്യാനം കൂടി, എന്തൊക്കെയോ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ എൻ്റെ ജീവിതത്തെ അത് മാറ്റിയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ രാഷ്ട്രീയം, കോളേജിൻ്റെ രീതിയിലുള്ള ജീവിതശൈലികൾ, പള്ളിയിൽ പോക്കില്ല, കൂദാശകളില്ല, പ്രാർത്ഥനയില്ല. അതുകൊണ്ട് അതിനു മുമ്പ് ഒരിക്കൽ പോലും ഒരു വൈദികനാകണമെന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഒരുപക്ഷെ ആരെങ്കിലും എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചും കാണില്ല. അപ്പോൾ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വർഷം ദൈവം എന്നെ മുന്നോട്ട് നയിച്ചു. ദൈവം എന്നെ വിളിച്ചു, തിരഞ്ഞെടുത്തു. ദൈവകൃപയാൽ തന്നെ അതിന് അപ്പോൾ എനിക്കൊരു മറുപടി കൊടുക്കാൻ സാധിച്ചു. അതേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു ഒരുക്കമോ ഒരാഗ്രഹമോ ഒരു നിയോഗമോ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട് ദൈവം എന്നെ വിളിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയുമില്ല. ദൈവം വിളിച്ചു, അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഏത് ജീവിതാന്തസ്സും ദൈവം ആവശ്യപ്പെടുന്ന ചില ഉപേക്ഷിക്കൽ നിർബന്ധിക്കുന്നുണ്ട്. അതില്ലാതെ ഒരു പുറപ്പാട് നമുക്ക് സാധ്യമല്ല എന്ന് നമുക്ക് ഓർക്കാം. നമ്മളെ യാത്ര ചെയ്യുന്നവരാണ്. വീട് തേടിയുള്ള യാത്ര, അത് ഈ ഭൂമിയിലെ വീടല്ല എന്നും കൂടെ ഓർക്കാം. മറിച്ച് നിത്യമായി വസിക്കേണ്ട ഒരു ഭവനം. ഹെബ്രായ ലേഖനത്തിൽ 11:13 നമ്മൾ വായിക്കുകയാണ്, തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. ആ ജനത്തെക്കുറിച്ച് പറയുകയാണ്. അവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരാണ്, ഞങ്ങൾ പരദേശികളാണ്.
ഇത് ഞാനും നിങ്ങളും പറയേണ്ട കാര്യമാണ്. ഈശോ പറഞ്ഞ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. കൃത്യമാണ്, വീടില്ല. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ താമസിക്കാൻ താൽക്കാലികമായ ഒരു വീടുണ്ടാവുകയാണെന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അത് നമ്മുടെ സ്ഥിര താമസത്തിനുള്ള ഒന്നല്ല. ശരിക്കും നമ്മൾ വാടകക്കാരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത നാട്, ദൈവം വാഗ്ദാനം ചെയ്ത ഭവനം. ഈശോ തന്നെ ഇടയ്ക്ക് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് വസിക്കാൻ ഇടം ഒരുക്കി വെക്കും, എന്നിട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഈശോ കൊടുക്കുന്ന ഉറപ്പെന്താണ്? ഇവിടെ നിങ്ങളിപ്പോൾ താമസിച്ച് കുഴപ്പമൊന്നുമില്ല, ഇതല്ല നിങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കേണ്ടത്, അതിന് നിങ്ങൾക്ക് പ്രത്യേക ഭവനമുണ്ട്, അത് ഞാൻ ഒരുക്കിയിട്ട് വരും. അപ്പോൾ ഈ ഒരു ബോധം, ഈ ഒരു ബോധ്യം ഏതൊരു ആത്മീയ അന്വേഷികൾക്കും ഉണ്ടാകേണ്ടതാണ്, ഏതൊരു മനുഷ്യനും ഉണ്ടാകേണ്ടതാണ്. അതിലുപരിയായിട്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് എല്ലാം കട്ടപ്പെട്ട് കിടക്കുന്നു. ഒരു മദ്യപാനി വഞ്ചി തുഴഞ്ഞത് കേട്ടിട്ടുണ്ട്. അയാൾ രാത്രി മുഴുവൻ വഞ്ചി തുഴയുകയായിരുന്നു. പുലർച്ചെയായപ്പോൾ അയാളുടെ കെട്ടുവിട്ട് അയാൾ നോക്കിയപ്പം മറുകരെത്തിയില്ല. ദേഷ്യപ്പെട്ടും സങ്കടത്തോടും പുറകോട്ട് നോക്കിയപ്പോൾ കണ്ടത് ആ വഞ്ചി മറുകരയിൽ തന്നെ കിടക്കുകയാണ്, പുറപ്പെട്ടെടുത്ത് തന്നെ കിടക്കുന്നു. അത് ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഒത്തിരി തുഴയുന്നുണ്ട്, പക്ഷെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നില്ല. കാരണം പുറപ്പെട്ടിട്ടില്ല. പുറപ്പെടണമെങ്കിൽ ഉപേക്ഷിക്കണം. അപ്പോൾ ദൈവം തരുന്ന ഏതൊരു വാഗ്ദാനവും സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കണം, നമ്മൾ പുറപ്പെടണം എന്ന കാര്യം മറന്നു പോകണ്ട. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ ഈ മനുഷ്യനെ പോലെ തുഴകൾ മറന്നും ലക്ഷ്യങ്ങൾ മാഞ്ഞുപോയും എത്തേണ്ട തുറമുഖം കണ്ണിൽ നിന്നൊക്കെ മാറ്റിവെച്ചൊക്കെ ജീവിച്ച സന്ദർഭങ്ങളുണ്ട്. ഒരുപക്ഷെ ഇനിയും യാത്ര തുടങ്ങേണ്ടവരാണ് നമ്മൾ എന്നും കൂടെ തിരിച്ചറിയാം. യാത്ര തുടങ്ങിയവരെ അത് അവിടെ സ്ഥിരമായി നിൽക്കാനുള്ളതല്ല എന്ന് ഈ അബ്രാഹത്തിൻ്റെ വിളിയിലൂടെ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുക മാത്രമല്ല, അതനുസരിച്ച് പുറപ്പെടണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുവാൻ നമുക്ക് തയ്യാറാകാം. കർത്താവ് നമ്മളെല്ലാവരെയും അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നേടിയതും സ്വന്തമെന്ന് കരുതുന്നതും ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ശ്രേഷ്ഠമെന്ന് കണ്ടതിനാൽ ഇതുവരെയുള്ളതെല്ലാം, നേടിയെടുത്തതെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ പരിഗണിച്ച് വിട്ടുപേക്ഷിക്കുന്നു. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ യാത്ര ചെയ്യുന്ന പൗലോസ്ലീഹയെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ യാത്ര നമുക്ക് തുടരാം, ഇല്ലെങ്കിൽ തുടങ്ങുകയെങ്കിൽ ചെയ്യാം. അതിന് യോജിച്ച രീതിയിലുള്ള ചില ഉപേക്ഷിക്കൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതിനുള്ള ശക്തി ദൈവം തരട്ടെ, അതിനുള്ള വിശ്വാസം ദൈവം തരട്ടെ, അതിനുള്ള പ്രത്യാശ ദൈവം നമ്മുടെ മേലെ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.